നാട് വേണ്ട, നാട് വേണ്ട, കേരളം വേണ്ട, ഇന്ത്യയും വേണ്ട. ഇന്ത്യ വേണ്ട. ശരിക്കും അതൊരു സർക്കാരിന്റെ പ്രശ്നം തന്നെയാണ്. ഇപ്പൊ ഞാൻ 60 ലക്ഷം രൂപയ്ക്ക് ഒരു സംരംഭം തുടങ്ങുകയാണെങ്കിൽ അതിൽ ഒരു 30-40% സർക്കാരിന് കൊടുത്തുകൊണ്ടിരിക്കണം. അതിനുള്ള പക്ഷേ നമുക്ക് കേരളം വേണ്ട, ഇന്ത്യയും വേണ്ട. എന്നാൽ ഇവൻ ഇപ്പം തന്നെ ഉണ്ടല്ലോ ഇന്ത്യ പൗരത്വം അങ്ങ് ക്യാൻസൽ ചെയ്തേക്ക് ഇവന്റെ. അതാ നല്ലത്. സർവീസിംഗ് കൊണ്ട് കിട്ടുന്നില്ല. ഇപ്പൊ KCB ആണെങ്കിൽ നമ്മള് 20,000 രൂപ കറണ്ട് ബിൽ അടിച്ചു, 50,000 രൂപ കറണ്ട് ബിൽ അടിക്കുന്നു. പക്ഷെ ഒരു ചെറിയൊരു മഴ വന്നാൽ ഇവനൊക്കെ ഇന്ത്യക്ക് തന്നെ അപമാനമാണ്. ഇന്ത്യക്ക് തന്നെ അപമാനമാണ്. പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇത്രയും പൈസ ടാക്സും മേടിച്ച് അത്രയും ചെയ്തിട്ട് പോലും നമുക്ക് അതിനുള്ള സർവീസ് തിരിച്ചു കിട്ടുന്നില്ല. അപ്പൊ അതേ മറിച്ച് ഗൾഫ് രാജ്യങ്ങളിലോ ചൈന അത്രയും അവർക്ക് ടാക്സ് പോലും കൊടുക്കേണ്ട അത്രയും നല്ലൊരു സർവീസ്. ഇവൻ എന്തറിഞ്ഞിട്ടാണ് ഇവൻ ഇന്ത്യയെ അല്ലെങ്കിൽ കേരളത്തിനൊക്കെ കുറ്റം പറയുന്നത്? ഇവനെ അയക്കണം, ഇവനെ വേറെ രാജ്യത്തേക്ക് എക്സ്പോർട്ട് ചെയ്തേക്ക് ഇപ്പം തന്നെ. ഇവൻ അറിയണം, ഇവൻ പഠിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോനെ നീ ഒന്ന് ചിന്തിക്കണം. നീ ഏത് രാജ്യത്തോ എവിടെ നീ പോയാലോ നീ പണിയെടുക്കണം നിനക്ക് ജീവിക്കണമെങ്കിൽ. മറ്റാരും നിനക്ക് വേണ്ടി കൊണ്ടുതരൂല. ഇത്രയും ഒരു സ്വാതന്ത്ര്യമുള്ള രാജ്യം നിനക്ക് വേറെ നീക്ക് കിട്ടൂല. അത് നീ ആദ്യം ചിന്തിക്കണം. ഇവനെ ആരിവിടത്തേക്ക് പടച്ചു വിട്ടത്? ഇവൻ എന്തറിഞ്ഞിട്ടാണ് ഇവൻ ഇന്ത്യയും കേരളത്തിനെയൊക്കെ കുറ്റം പറയുന്നത്? എനിക്കത് മനസ്സിലായിട്ടില്ല. ഇവൻ ഇപ്പം തന്നെ കയറ്റി അയച്ചേക്ക്. ഇവൻ നമ്മൾ ഇന്ത്യക്ക് വേണ്ട, ഇന്ത്യക്ക് ഇവൻ ഭാരമാണ്. ഈ ഒരു കുട്ടി ഇന്ത്യക്ക് ഭാരമാണ്. ഇവന് ഇനിയും അറിഞ്ഞിട്ടില്ല, ഇവന് ഇനിയും ബിസിനസ് എന്താണെന്ന് അറിയില്ല. ഈ ഇന്ത്യയിൽ ഈ കേരളത്തിൽ തന്നെ എത്രയോ കോടീശ്വരന്മാരുണ്ട്, ബിസിനസ് ചെയ്ത് വിജയിച്ചവർ, ജീവിതത്തിൽ വിജയിച്ചവരുണ്ട്. അതൊന്നും മനസ്സിലാക്കാതെ നീ ഒരിക്കലും ഇന്ത്യയെയോ കേരളത്തെയോ കുറ്റപ്പെടുത്താൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നീ ഒരു മലയാളിയല്ല. നീ ഇപ്പം ഇവിടെ നിന്ന് നീ മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് വർത്താനം പറയുന്നുണ്ടെങ്കിൽ തന്നെ നീ അത് കേരളത്തിലോ ഇന്ത്യയിലോ ജനിച്ചത് കൊണ്ട് മാത്രമായിരിക്കും. അത് നീ ആദ്യം ചിന്തിക്കണം.